നിയമങ്ങൾ കാറ്റിൽ പറത്തി കട്ടപ്പന കറുവാക്കുളത്ത് അനധികൃത പാറമടയുടെ പ്രവർത്തനം. നാട്ടുകാർ നിരന്തരം പരാതി നൽകിയിട്ടും ദിവസേന പൊട്ടിച്ചു കിടത്തുന്നത് 100-ലധികം ലോഡിൽ പാറകളാണ്. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും പലതവണ നൽകിയ നിരോധന ഉത്തരവ് വെറും പേപ്പർ മാത്രമായി മാറി. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ മേട്ടുക്കുടിയിൽ പ്രവർത്തിക്കുന്ന അനധികൃത പാറമടയാണിത്. മൈനിങ് ആൻഡ് ജിയോളജി 3 മാസം മുമ്പ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത പാറമടയാണ് നിർബാധം ഇങ്ങനെ ഇവിടെ വീണ്ടും പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാറമടയോ അനധികൃത ഖനനമോ ഒരു കാരണവശാലും അനുവദിക്കാത്ത കട്ടപ്പന വില്ലേജിൽ ഉൾപ്പെട്ട കുത്തകപ്പാട്ട സ്ഥലം. പുലർച്ചെ 4 മണി മുതൽ അവിടെ ലോഡ് കണക്കിന് പാറ പൊട്ടിച്ചു കടത്തുന്നു. മാസങ്ങളായി പ്രവർത്തിക്കുന്ന പാറമടയ്ക്കെതിരെ കളക്ടർക്ക് നാട്ടുകാർ 3 തവണ പരാതി നൽകി. പിന്നാലെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് 2 തവണ സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും പാറമടയുടെ പ്രവർത്തനം തുടരുകയാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. കാരണം അവരാണ് ഇതിന് മുൻകൈയെടുത്ത് ഇത് പരിഹരിക്കേണ്ടത്. കാരണം ഇതിനു മുമ്പും ഇങ്ങനെയുള്ള പാറമടയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം ഏറ്റവും പ്രധാനമായിട്ട് റവന്യൂ വകുപ്പാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ലൈസൻസ് മറ്റു കാര്യങ്ങൾ കൊടുക്കുന്നതും അതിനെ നടത്തണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നതും റവന്യൂ വകുപ്പാണ്. ഏലത്തോട്ടത്തിൽ കുളം നിർമ്മിക്കുകയാണെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിച്ചാണ് പാറ ഖനനം. സമീപത്തുണ്ടായിരുന്ന മറ്റൊരു പാറമട നാട്ടുകാരുടെ പരാതി തുടർന്ന് നേരത്തെ പൂട്ടിയിരുന്നു. ഇതോടൊപ്പം ഇടുക്കിയിൽ തങ്കമണി, ഉപ്പുതോട്, കാഞ്ചിയാർ, ചതുരംഗപ്പാറ, പാറത്തോട്, വാഗമൺ, ഏലപ്പാറ എന്നിവിടങ്ങളിലും അനധികൃത പാറഖനനം നടക്കുന്നതായി കളക്ടർക്ക് ജില്ലാ ജിയോളജിസ്റ്റ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സംഭവം സംബന്ധിച്ച് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. രാഹുൽ വിജയൻ, 24 ഇടുക്കി.